की ओर हमारे आएंगे। അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പിൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. आमेन। यहाँ पर प्रेरित पौलुस कहता है कि मैं एक बात का विश्वास करता हूं कि जिस प्रकार परमेश्वर ने मुझसे कहा है वैसा परमेश्वर करेगा करके मैं परमेश्वर पर विश्वास करता हूं। അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടെ ഇരിപ്പിൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. मेरा परमेश्वर का एक खासियत यह है कि यदि बोला है तो वैसा ही वो करने वाला परमेश्वर है. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം എന്ത് പറയുന്നോ അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവമാണ്. I mean, इंसान शब्दों को बदलता है, अपने रवैया बदल सकता है, लेकिन मेरा परमेश्वर का एक खासियत यह है कि यदि उसने बोला है तो वो कभी ना बदलने वाला परमेश्वर है. മനുഷ്യൻ വാക്കുകൾ മാറും, അവർ പറയുന്ന വാക്കുകളിൽ നിന്ന് അവർ വ്യതിചലിക്കും. പക്ഷെ നമ്മുടെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതൊരിക്കലും മാറുന്ന ദൈവമല്ല. I mean बैकग्राउंड हम जानना बहुत जरूरी है कि परमेश्वर ने कैसे परिस्थिति में पौलुस इस बात कहा है करके उस 27वां उस अध्याय में हम पढ़ने के लिए परमेश्वर में मदद करे. ഈ 27-ാം അധ്യായം വായിക്കുമ്പോഴാണ് ഇതിങ്ങനെ ഏതൊരു സാഹചര്യത്തിലാണ് പൗലോസ് ഈ വാക്കുകളെ പറഞ്ഞതെന്നുള്ളത് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. प्रेरित पौलुस के अंदर का एक बहुत बड़ा एक आग्रह था कि रोम में जाकर परमेश्वर के लिए एक अद्भुत गवाही उन्हें बनना है. പൗലോസിന്റെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു റോമിൽ കടന്നുപോയി കർത്താവിന്റെ സാക്ഷിയാകണമെന്നുള്ളത്. हालेलुया. उसके लिए उन्होंने बहुत आशा किया और उसके लिए वो प्रयत्न किया, लेकिन वे वहां पर जा नहीं पाए. തനിക്ക് റോമിൽ പോകുവാൻ ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് അതിനായി താൻ പലപ്പോഴായി ശ്രമിച്ചു, പ്രയത്നിച്ചു, പക്ഷേ തനിക്ക് സാധിച്ചില്ല. हालेलुया. ऐसा नहीं कि उनके पास जाने के लिए कोई अवसर नहीं है, लेकिन परमेश्वर ने उन्हें अनुमति नहीं दिया. लेकिन हालेलुया, यहाँ पर इस घटने में जब हम आते हैं, इस 27वां प्रेरितों के काम की उस पुस्तक में जब हम देखते हैं, परमेश्वर ने पौलुस से कहा कि मैं तुम्हें रोम में मेरे लिए एक गवाही बनने के लिए खड़ा करने वाला हूं. പൗലോസിന് അവസരങ്ങളില്ലാതെ ഇരുന്നിട്ടല്ല ആമേൻ. എന്നാൽ ഈ അധ്യായം വരുമ്പോൾ ആമേൻ പൗലോസിനോട് ദൈവം പറഞ്ഞ കാര്യം നടക്കുകയാണ്. റോമിൽ ഞാൻ നിന്നെ സാക്ഷിയായി നിർത്തുമെന്നുള്ളതിന്റെ പൂർത്തീകരണം. रोमियों के पत्री उसके पहले अध्याय उसके 14 और 15 आयतों में हम देखते हैं कि पौलुस के अंदर एक आग्रह रहा, हालेलुया, रोम में जाकर प्रचार उसे करना है. 1-ാം അധ്യായം 14-15 വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ പൗലോസിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു റോമിൽ പോയി അവിടെയുള്ള ശുശ്രൂഷക്കാരെ കാണണമെന്നുള്ളത്. हालेलुया. लेकिन तब उसे अवसर नहीं मिला. അപ്പോൾ തനിക്ക് അവസരം ലഭിച്ചില്ല. लेकिन यहाँ पर परमेश्वर खुद उनके लिए अवसर बना कर दे रहा है. എന്നാൽ അവിടെ പൗലോസിന് ഇപ്പോൾ ഒരു അവസരം ലഭിക്കുകയാണ്. यहाँ पर लिखा गया है 27 अध्याय में जब हम पढ़ते हैं, वहां पर उनका डेस्टिनेशन रोम है. वहां की ओर उसे एक बंदी बनाकर उसको लेकर जा रहा है. ഈ അധ്യായത്തിൽ അവർ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന ഇടം റോമിലാണ്. ആമേൻ. ഒരു കാരാഗ്രഹത്തിൽ വസിക്കുന്ന വ്യക്തിയെ പോലെ, ഒരു ബന്ദിയെ പോലെയാണ് തന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. और उनको लेकर जाने वाला सेंचुरियन का नाम वहां पर लिखा गया है. जूलियस नाम का एक व्यक्ति के ऊपर उन्होंने अधिकार दिया है पौलुस को रोम में पहुंचाने के लिए. ഈ തടവുകാരുടെ മേളിൽ അവിടെ അധികാരമുള്ള വ്യക്തിയായി യൂലിയോസ് എന്ന വ്യക്തിയെ നമ്മൾ കാണുന്നു. തന്റെ അധീനതയിലാണ് ഈ തടവുകാരെ റോമിലേക്ക് കൊണ്ടുപോകുന്നത്. सच में उनको लेकर जाने वाला एक कमांडर है, लेकिन फिर भी परमेश्वर के एक असाधारण दया इस जूलियस के द्वारा पौलुस की ओर होते हुए हम वहां पर उस आयत में पढ़ते हैं. ഈ യൂലിയോസ് എന്ന് പറയുന്ന ശതാധിപന്റെ കീഴിലാണ് ഇവർ ഒരുമിച്ച് പോകുന്നത്. ആമേൻ. വാസ്തവത്തിൽ ആ വ്യക്തിക്ക് ഒരു അസാധാരണ ദയ ഈ പൗലോസിനോട് കാണിക്കുവാൻ ആമേൻ തോന്നി. ऐसा जरूरी नहीं है कि वहां का जो प्रिजन इंचार्ज है, नहीं तो जो कमांडर है, उन्हें उनके कैदियों के ऊपर इतना दया होना है, लेकिन
परमेश्वर ने उस बातों को नियुक्त किया था, इसके लिए परमेश्वर का एक बहुत बड़ा दया जूलियस के द्वारा पौलुस की ओर हो रहा है। വാസ്തവത്തിൽ ഒരു വശത്തിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഒരിക്കലും ശതാധിപന്മാർ തടവുകാരുടെ മേലിൽ ദയ കാണിക്കേണ്ട യാതൊരു അവസരങ്ങളുമില്ല, അങ്ങനെ ഒരു നടപ്പില്ല. പക്ഷേ ഇവിടെ ദൈവം നിയോഗിച്ചാക്കിയത് കൊണ്ട് യൂലിയോസിന് ഒരു അസാധാരണമായ ദയ പൗലോസിനോട് തോന്നുവാനിടയായി. क्योंकि उसके तीसरे आयत में हम पढ़ते हैं कि अगले दिन जब वे सीदोन में आया तब जूलियस पौलुस से कहता है कि जाओ अपने मित्रों से जाकर मिलकर आइएगा। कौन ऐसा अवसर देता है, कौन ऐसा अनुमति देता है? अपने जो बंदी है उसको उस जगह पर अपने मित्रों से मुलाकात करने का फ्रीडम दिया जा रहा है। हालेलुया, प्रेज़ लॉर्ड। परमेश्वर का एक दया पौलुस के ऊपर रहा है करके उस आयत में हम समझ पाते हैं। മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. പിറ്റേന്ന് ഞങ്ങൾ സീദോനിലെത്തി. യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു, സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുമ്പോൾ അവൻ ഒരിക്കലും ഒരു ശതാധിപനും കാണിക്കാത്ത ഒരു അസാധാരണ ദയ, ഒരു തടവുകാരനെയും അങ്ങനെ ഒരു കാര്യത്തിന് വിട്ടയക്കുന്നതായി നമ്മൾക്ക് ചിന്തിക്കുവാൻ കഴിയാതിരിക്കുമ്പോഴാണ് സ്നേഹിതന്മാരെ പോയി കണ്ടുവരുവാൻ അവൻ അനുവാദം ലഭിച്ചത്. परमेश्वर जब अपना कार्यों को करता है, संसार जैसा करता है वैसा नहीं, परमेश्वर को अपना कार्यों को करने का एक अलग ही तरीका रहता है। वो हम हर एक समय समझना बहुत जरूरी है। ദൈവത്തിന്റെ പ്രവർത്തികൾ മാനുഷികമായ രീതിയിലല്ല. അവൻ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന രീതിയിലെ അല്ലാതെ അത്ഭുതകരമായ ഒരു വഴിയാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ. और केवल वही नहीं, उसके दूसरे आयत में हम देखते हैं कि मैसिडोनियन फ्रॉम थेसलोनिका अरिस्टोकस करके एक व्यक्ति है, वे भी पौलुस के साथ यात्रा करने के लिए वो तैयार हो रहा है। രണ്ടാമത്തെ വാക്യത്തിൽ തെസലോനിക്കയിൽ നിന്നുള്ള മക്കതോന്യക്കാരനായ അരിസ്തർഹോസും അവരോട് കൂടെ പോകുവാൻ തയ്യാറായി പൗലോസിനോട് കൂടെ പുറപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. सच में एक व्यक्ति को जब बंदी बनाया जा रहा है, when he is becoming a prisoner, कोई भी उसके साथ खड़े रहने के लिए तैयार नहीं होता है। വാസ്തവമായി ഒരുവൻ തടവുകാരനാണെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കുവാൻ ഒരു മനുഷ്യനും താല്പര്യപ്പെടുകയില്ല. आमीन, प्रेज़ द लॉर्ड। कहीं पुलिस आ रहा है करके कहेंगे तो चर्च वाला पूरा गायब हो जाते हैं। എവിടെങ്കിലും ഒരു പോലീസ് വരുന്നെന്ന് പറഞ്ഞാൽ തന്നെ കൂടെയുള്ളവരെല്ലാം ഓടിപ്പോകും. सभी लोग भाग जाएगा, എല്ലാവരും ഓടും, आप अकेला बच जाएंगे। നമ്മൾ ഒറ്റയ്ക്കാവും. सोचकर देखिएगा, यदि किसी को जेल में भेजा जा रहा है, कोई साथ नहीं देगा। ഇനി അവനെ ജയിലിലും കൂടെ വിടുകയാണെങ്കിൽ പിന്നെ ആരെങ്കിലും കൂടെ നിൽക്കും. हम जानते हैं जम्मू में एक परमेश्वर के दास जिनके ऊपर झूठा केस डाला गया और उनके खिलाफ जब कार्य हुआ तब जिस संस्था के साथ वे करीबन 40 साल से जुड़े हुए थे, वो संस्था ने कहा कि हम इनको जानता तक नहीं है। ഒരു കർത്തൃദാസനെ ഞങ്ങൾക്കറിയാം, ജമ്മുവിൽ ശുശ്രൂഷ ചെയ്യുന്നു. താൻ ശുശ്രൂഷ ചെയ്തു വരുന്ന പ്രസ്ഥാനത്തിൽ നീണ്ട 40-ൽ പരം വർഷം ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. എന്നാൽ തന്നെ ജയിലിൽ അടച്ച സമയത്ത് താൻ ചേർന്ന് നിന്ന ആ പ്രസ്ഥാനം പറയുവാനിടയായി ഞങ്ങൾക്ക് ഈ വ്യക്തിയെ നന്നായിട്ട് അറിയത്തില്ലായിരുന്നു. वो एक इंडिपेंडेंट ऑर्गेनाइजेशन नहीं है। हालेलुया, प्रेज़ द लॉर्ड। एक नाम कमाया हुआ एक ऑर्गेनाइजेशन है, लेकिन उन्होंने कहा कि हम इनको जानता तक नहीं है। അത് അങ്ങനെ ഒരു സ്വതന്ത്രമായ ഒരു പ്രസ്ഥാനമായിരുന്നില്ല. നല്ല പേര് സമ്പാദിച്ച നല്ല ഒരു പ്രസ്ഥാനമായിട്ടും അവർ അങ്ങനെ തന്റെ കൂടെ നിൽപ്പാനിടയായില്ല. किसी के ऊपर यदि किसी प्रकार का एक केस आ जाएगा तो कोई भी साथ खड़े रहने के लिए तैयार नहीं होता है। ആരുടെയെങ്കിലും മണ്ടയ്ക്ക് ഒരു കേസ് ഉണ്ടെങ്കിൽ പിന്നെ അവനോട് ചേർന്ന് നിൽക്കാൻ ആളുകൾ അത്ര തയ്യാറാകാറില്ല. लेकिन अरिस्टोकस कहता है कि मैं भी पौलुस के साथ एक बंदी बनकर उसके साथ यात्रा करने के लिए मैं तैयार हूं। എന്നാൽ ഇവിടെ അരിസ്തർഹോസ് തന്റെ പൗലോസിനോട് ചേർന്ന് നിൽക്കുവാൻ ഒരുക്കമുള്ളവനായി മാറുകയാണ്. एक बात और जानना है कि पौलुस के साथ अभी यात्रा करने के लिए लूकोस भी उसके साथ है।
ഇവിടെ പൗലോസിനോട് കൂടെ യാത്ര ചെയ്യുവാനായി ലൂക്കോസും തന്റെ കൂടെ ഉണ്ട്. हमारे कठिनाई के समय में जब कोई साथ खड़े रहने के लिए तैयार नहीं होता, ऐसे समय में परमेश्वर कुछ लोगों को हमारे साथ खड़े करने के लिए हमारा परमेश्वर तैयार होता है. ജീവിതത്തിന്റെ കൈപ്പുള്ള സമയങ്ങളിൽ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആരും നമ്മൾക്കില്ല എന്ന് തോന്നിയാലും ദൈവം ചിലരെ ആക്കി വെക്കും നമുക്ക് ഒരു ആശ്വാസത്തിനും നമ്മുടെ കൂടെ നിൽക്കുവാനും. आपकी आंसुओं के समय में, आपकी कठिनाई के समय में परमेश्वर कुछ लोगों को तैयार करेगा और वे खुद आकर कहेंगे कि हम आपके साथ खड़े हैं, हम आपके लिए प्रार्थना कर रहे हैं, हम आपके लिए उपवास कर रहे हैं, हम आपके साथ हैं, हिम्मत मत हारो, आमीन, हम आपके साथ है करके हियाव देने के लिए कुछ लोगों को परमेश्वर खड़ा करता है. നമ്മുടെ കണ്ണുനീരിന്റെ സമയത്ത് നാം കഷ്ടതയിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആമേൻ ദൈവം ആമേൻ ചിലരെ ആക്കി വെക്കും നമ്മളുടെ കൂടെ നിൽക്കുവാൻ. നമ്മുടെ അരികെ വന്ന് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ ധൈര്യം നഷ്ടപ്പെടരുത്, ഉറപ്പോടെ ഇരിക്കണമെന്ന് പറയുവാൻ ദൈവം ചിലരെ ആക്കി വെക്കും. गलातियों के पत्री 6 अध्याय के दूसरे आयत में ऐसा लिखा गया है, bear one another's burden, आमीन, आपस में दूसरों का भी बोझ उठाओ, आपसी में हालेलुया दूसरों का भी दर्द उठाकर हम साथ देना बहुत जरूरी है. ഗലാത്യ ലേഖനം 6 അധ്യായത്തിന്റെ 2 വാക്യം ഇങ്ങനെ പറയുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവേൻ. നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ ആമേൻ അവരുടെ കഠിനമേറിയ ഭാരങ്ങളെ ചുമക്കുവാൻ നമ്മളെ പ്രബോധിപ്പിക്കും. आमीन. तो यहाँ पर हम समझते हैं कि पौलुस के साथ अब 2 लोग हैं जो इसके साथ आमीन बोझ उठाने के लिए. ഇവിടെ പൗലോസിനോട് കൂടെ തന്റെ ഭാരം വഹിക്കുവാനായി 2 പേർ കൂടെയുണ്ട്. अरिस्तर्कोस जो मैसेडोनियन है, थेसलोनिका से है, वो पौलुस के साथ देने के लिए तैयार है. മക്കദോന്യക്കാരനായ തെസ്സലോനിക്കയിൽ നിന്നുള്ള അരിസ്തർഹോസ് തന്റെ കൂടെയുണ്ട്. आमीन. लूकोस पौलुस के साथ है करके हम वहां पर देखते हैं. ലൂക്കോസ് തന്റെ കൂടെ ഉണ്ടെന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. लेकिन जब आमीन यात्रा आगे की ओर बढ़ता है तो 8वें आयत में जब हम पहुंचते हैं तब पौलुस एक वार्निंग देते हुए हम वहां पर पढ़ते हैं. അവിടെ 8ാമത്തെ വാക്യമൊക്കെ കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ പൗലോസ് അവിടെ ഒരു വലിയ ഒരു വാർണിംഗ് അവർക്ക് കൊടുക്കുകയാണ്, മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. तब तक की यात्रा ठीक रहा, लेकिन जैसे 8वें आयत में पहुंचता है पौलुस कहता है कि अब हम यात्रा थोड़े समय के लिए रोक कर रखना है, जाना सही नहीं है, बहुत बड़ा एक समस्या हो सकता है. അവിടെ 8ാം വാക്യം കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, പൗലോസ് അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇതുവരെ നമ്മുടെ യാത്ര സുഗമമായിരുന്നു, ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് താൻ അറിയിക്കുകയാണ്. लेकिन वहां के जो कैप्टन है और आमीन पौलुस को जो आमीन लेकर जा रहे वो जूलियस भी आमीन इनके शब्दों को सुनने के लिए तैयार नहीं हो रहा है. ആ കപ്പലിന്റെ കപ്പിത്താനോ തന്നെ കൊണ്ടുപോകുന്ന ശതാധിപനോ ഒന്നും ആ പൗലോസിന്റെ വാക്കുകളെ വിശ്വസിച്ചില്ല. हालेलुया. और 9वें आयत में हम देखते हैं कि आने वाला डेंजर के बारे में पौलुस उन्हें स्मरण दिला रहा है. 9ാമത്തെ വാക്യം വരുമ്പോൾ പൗലോസ് അവരെ ചില അപകടങ്ങൾ മുന്നറിയിക്കുകയാണ്. आमीन. और पौलुस उन्हें वार्न करता है करके वहां पर लिखा गया है. പൗലോസ് അവരെ മുന്നറിയിക്കുകയാണ്. आमीन. बाकी के लोग जो देख नहीं पाते हैं वो पौलुस देख पा रहा है, और जो वो देख रहा है उस बातों को चितौनी के समान उन्हें स्मरण दिला रहा है. മറ്റാർക്കും കാണാൻ കഴിയാത്ത ചില കാര്യങ്ങൾ പൗലോസ് മുന്നമേ അറിയുകയാണ്, താൻ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് താൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. बाकी के 275 लोग जो देख नहीं पाते हैं वो पौलुस देख पा रहा है. തന്റെ അവരുടെ കൂടെയുള്ള 275 ആൾക്കാരും കാണാത്ത ഒരു കാര്യം പൗലോസ് കാണുകയാണ്. जब आप परमेश्वर की दर्शन में है, जो संसार देख नहीं पा रहा है वो आप देख पाएंगे. ഈ ദൈവത്തോട് കൂടെ നമ്മൾ ചേർന്ന് നടന്നാൽ ഈ ലോകം കാണാത്ത ചില വെളിപ്പാടുകൾ നമ്മൾക്ക് ലഭിക്കുവാനിടയായി. आमीन. प्रेज़ द लॉर्ड. बाकी के लोग आपके साथ है, वे देख नहीं पा रहा है, लेकिन परमेश्वर आपको दिखा कर देता है, आपको समझा कर देता है आने वाला अनर्थ के बारे में. इसके लिए एक वार्निंग के समान हमें प्रेज़ द लॉर्ड आप तैयार हो सकते हैं. ഈ ലോകത്തിലെ മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്തത്, അവർക്ക് വെളിപ്പെട്ടു വരുവാൻ കഴിയാത്ത ചില അപകട സൂചനകൾ, ചില നടക്കുവാൻ പോകുന്ന സംഭവങ്ങൾ
ദൈവം നമ്മളെ അറിയിക്കുവാനിടയായി തീരും. हालेलुया, प्रेज लॉर्ड. हम देखते हैं हमें पहला राजा उसके 22वें अध्याय में जब हम पढ़ते हैं, वहां पर आहाब के पास अनेक लोग आते हैं भविष्यवाणी करने के लिए. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആഹാബ് രാജാവിനോട് പ്രവചിക്കുവാനായി ഒരുപാട് പേര് വന്നു. आहाब भविष्यवक्ताओं को बुलाते हैं और पूछते हैं कि क्या मैं इस युद्ध लड़ने के लिए जाना है, क्या मैं विजय पाऊंगा? तो आने वाला हर एक भविष्यवक्ता आकर कहता है कि जाओ, परमेश्वर आपके साथ है, परमेश्वर आपको बहुत बड़ा एक विजय देने वाला है. അവിടെ ആഹാബിന്റെ അടുക്കൽ വന്ന പ്രവാചകന്മാരോട് ആഹാബ് ചോദിച്ചു, ഞാൻ ഈ യുദ്ധത്തിന് പുറപ്പെടണമോ, എനിക്ക് ജയമുണ്ടാകുമോ? ഈ വന്ന പ്രവാചകന്മാരെല്ലാം രാജാവിനെ പ്രസാദിപ്പിക്കുവാനായി പറഞ്ഞു, നീ പോകണം, നീ ജയിക്കും, നിനക്ക് വലിയൊരു വിജയമുണ്ടാകുമെന്ന് പറഞ്ഞു. लेकिन मिखाया नाम का एक भविष्यवक्ता वहां पर खड़े होकर कहता है, तू मत जा, यदि तू जाएगा तो इस युद्ध तेरे लिए पराजय का कारण होगा और तू मार डाला जाएगा करके ये मिखाया अहाब राजा से कहता है. എന്നാൽ ഇവരുടെ എല്ലാം നടുവിൽ ഒറ്റ പ്രവാചകൻ മീഖായാവ് മാത്രമാണ് അഹാബിനോട് പറഞ്ഞത്, അവൻ നീ പോകരുത്, നീ പോയാൽ പടയിൽ നീ പട്ടുപോകും. आमीन, प्रेज़ लॉर्ड. राजा देखा तो मेजॉरिटी ऑफ देम कहते हैं कि जाओ, परमेश्वर आपके साथ है. लेकिन उसके बीच में केवल एक व्यक्ति उठकर कहता है कि तू जाएगा तो तू पराजय होने वाला है. അവിടെ കൂടി വന്നതിൽ ഭൂരിപക്ഷം പ്രവാചകന്മാരും രാജാവിനെ സന്തോഷിപ്പിക്കുവാൻ അവൻ അനുകൂലമായി സംസാരിക്കുമ്പോൾ ഒറ്റ ഒരുവൻ മാത്രം അവരുടെ നടുവിൽ വാസ്തവമായി അവന് ഉണ്ടാകുവാൻ പോകുന്ന അപകടത്തെ കുറിച്ച് സംസാരിച്ചു. और राजा मिखाया को मारता है और उसको बंदी बनाकर पीड़ा देने के लिए तैयार हो रहा है. ഈ പറഞ്ഞ മീഖായാവിനെ പിടിച്ച് ഉപദ്രവിച്ച് അവനെ കാരാഗൃഹത്തിൽ आप सच्चाई बोलने के लिए तैयार हैं तो आप पीड़ा भी सहने के लिए तैयार होना पड़ेगा. നീ സത്യം സംസാരിക്കുന്നവനാണെങ്കിൽ നിനക്ക് പീഡനം ഉണ്ടാകും, നീ പീഡിപ്പിക്കപ്പെടും, അത് സഹിപ്പാൻ ഒരുക്കമുണ്ടാകും. लेकिन सच्चाई से आप पीछे नहीं हटना. എന്നാലും സത്യത്തിൽ നിന്ന് പിന്മാറരുത്. आपको सच्चाई कहने के लिए परमेश्वर ने चुना है. സത്യം പറയുവാൻ നമ്മൾ आमीन. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. सभी लोग आपका विरोध होने दे, लेकिन परमेश्वर ने आपको जिम्मेदारी दिया है सच्चाई कहने के लिए. आप केवल सच्चाई ही कहना. കൂടെയുള്ളവർ മുഴുവനും കള്ളം പറഞ്ഞാലും അവർ കള്ളം പറയുന്നവരായിരുന്നാലും നീ ഒരുവൻ സത്യത്തിൽ നിലനിൽക്കണം. वे केवल अपने सभी का लाभ के लिए झूठ बोल रहा है, लेकिन आपको वो लाभ का जरूरी नहीं है. परमेश्वर जो कहा है केवल वो ही हम कहने के लिए तैयार होना है. അപ്പോൾ ലഭിക്കുവാനിരിക്കുന്ന ലാഭത്തെ കണ്ടുകൊണ്ടവർ കള്ളം പറയുമ്പോൾ ഒരു ലാഭം വാങ്ങിക്കാതെ സത്യത്തിന് വേണ്ടി നിലനിൽപ്പാൻ നമ്മൾക്ക് കഴിയണം. प्रेज़ लॉर्ड. जब मूसा ने 12 लोगों को प्रेज़ लॉर्ड कनान के देश देखने के लिए भेजा, तो मेजॉरिटी ऑफ देम 10 लोग आकर कहते है कि वो जगह हमारे लिए अनुकूल नहीं है, बहुत सारे मुश्किल है, नेगेटिव बातें कहने के लिए तैयार हो रहा है. യോശുവ 12 പേരെ തിരഞ്ഞെടുത്ത കനാൻ ദേശം ഉറ്റുനോക്കുവാൻ പോയിട്ട് വരുമ്പോൾ അതിൽ ഭൂരിപക്ഷം ആളുകളും അതിനെക്കുറിച്ച് നകാരാത്മകമായിട്ടാണ് പറഞ്ഞത്. उन्होंने कहा कि नहीं हम पराजित होने वाले हैं. और वहां पर ऐसा लिखा है कि इस्राएल के लाखों लाख लोग पूरा रात रो कर परमेश्वर से गिड़गिड़ाना शुरू कर लिया. ഇവര് കടന്നു വന്ന് പറഞ്ഞു, അത് നമുക്ക് പറ്റുന്ന ദേശമൊന്നുമല്ല എന്ന് വന്ന് പറയുന്നത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇവര് പറഞ്ഞ റിപ്പോർട്ട് കേട്ട് കുത്തിയിരുന്ന് കരഞ്ഞു. लेकिन 2 लोगों ने कहा कि क्यों टेंशन लेना है, परमेश्वर ने उन्हें हमारे हाथों में दे दिया. എന്നാൽ 2 പേർ നല്ലത് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭാരപ്പെടുന്നത്, ദൈവം അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. लेकिन संसार मेजॉरिटी को सुनने के लिए आग्रह करते हैं. എന്നാൽ ലോകത്തിന് എപ്പോഴും ഭൂരിപക്ഷത്തെ കേൾക്കുന്ന ഒരു സ്വഭാവം. आप मेजॉरिटी के पीछे मत जाओ, परमेश्वर की आवाज के पीछे जाएंगे तो आप कभी पराजित होने नहीं देगा. നമ്മൾ ഒരിക്കലും ഭൂരിപക്ഷത്തെ കേൾപ്പാൻ പോകാതെ കർത്താവിന്റെ ശബ്ദത്തെ അനുഗമിക്കുന്നവരായി തീർന്നാൽ പരാജയപ്പെടുകയില്ല. पहला राजा उसके 12वें अध्याय में रेहोबोआम नाम का एक राजा के बारे में हम देखते हैं. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ റെഹോബെയാം രാജാവിനെ നമ്മൾ കാണുന്നു. हालेलुया, प्रेज़ लॉर्ड. आमीन. ज्ञानियों से प्रेज़ लॉर्ड आलोचना मांगने के बगैर प्रेज़ लॉर्ड वे अपने मित्रों से वे आलोचना मांगते हैं और उनकी आलोचना सुनने के कारण हालेलुया प्रेज़ लॉर्ड उनके राज्य
राज्य डिवाइडेड हो जाते करके हम वहां पर पढ़ते हैं. അവിടെയുള്ള ചരിത്രത്തിൽ താൻ തന്റെ രാജ്യത്തിലെ ജ്ഞാനികളോട് ആലോചന ചോദിക്കാതെ, പ്രായമായവരോട് ആലോചന ചോദിക്കാതെ, മിത്രങ്ങളോടും സ്നേഹിതരോടും ആലോചന ചോദിച്ച് അതിൻ പ്രകാരം മുന്നേറിയത് കൊണ്ട് തന്റെ രാജ്യം വിഭാഗിക്കപ്പെട്ടു പോയ ചരിത്രം നമ്മൾക്കറിയാം. दोस्तों ने कहा इसके लिए हम निर्णय ले लेते हैं. എന്റെ കൂട്ടുകാർ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്തു. मैंने बहुत सारे जवानों को देखा है, मेरा दोस्त ने कहा कि वो लड़की तेरे लिए अच्छा है बोलकर शादी करने के लिए तैयार हो जाते हैं लोग. പല ചെറുപ്പക്കാരെയും യൗവനക്കാരെയും എനിക്കറിയാം. എന്റെ കൂട്ടുകാർ പറഞ്ഞതാ പെങ്കൊച്ച് നല്ലതാണെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് പരാജയപ്പെട്ട ജീവിതം. लेकिन शादी के 2 साल में ही उनका डिवोर्स हो जाता है. കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിനകത്ത് വിവാഹമോചനമാണ്. अरे मित्रों को वो तजुर्बा नहीं है, उन्होंने ऐसे परिस्थिति से होकर नहीं गया है. मित्रों का आलोचना से ज्यादा परमेश्वर की आलोचना की ओर हम कान लगाना बहुत जरूरी है. ആ കൂട്ടുകാർക്ക് ഇത്ര പരിചയമുള്ളവരല്ല, അവർ അനുഭവ പരിചയവും ഉള്ള ആളുകളല്ലാത്തത് കൊണ്ട് ദൈവിക ആലോചനയ്ക്ക് കാതോർക്കുന്നവരായി മാറുക. Listen to God's voice, परमेश्वर की आवाज की ओर हम कान लगाना बहुत जरूरी है. ദൈവം എന്ത് പറയുന്നു, ദൈവ ശബ്ദത്തിന് കാതോർക്കുന്നവരായിരിക്കണം നമ്മൾ. हालेलुया. रहोबयाम के समय में उनका राज्य डिवाइडेड हो गया क्योंकि उसने अपने मित्रों की आलोचना सुना, परमेश्वर की आलोचना वो सुनने के लिए तैयार नहीं हुआ. യഹോബയാമിന്റെ കാലത്ത് താൻ ജ്ഞാനികളായവരുടെ ദൈവത്തിന്റെ ആലോചനകളെ കേൾക്കാൻ കഴിയാതെ മിത്രങ്ങളുടെ ആലോചന കേട്ടതുകൊണ്ട് രാജ്യം വിഭാഗിക്കപ്പെടാനിടയായി. समय की कमी के कारण मैं आगे जल्दी से बढ़ना चाहूंगा. उसके 13वें आयत को जब हम पढ़ते हैं, प्रेरितों के काम 27 अध्याय के 13 और 14 जब हम पढ़ते हैं, वहां पर बड़े ध्यान से हम उस आयत को हम देखेंगे. അതിന്റെ 27-ന്റെ 13-14 തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചുവെന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത ക്രേത്ത ദ്വീപിന്റെ മറപറ്റി ഓടി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. 13वें आयत में हम देखते हैं कि उनके लिए एक फेवरेबल क्लाइमेट वहां पर इस यात्रा में वे देख रहे हैं. 13-ാമത്തെ വാക്യത്തിൽ അവർക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയാണെന്ന് അവർക്ക് തോന്നി. लेकिन परमेश्वर की दास ने ऑलरेडी कहा कि ये हमारा फेवर में नहीं होने वाला है, ये बहुत बड़े डिस्ट्रक्शन के लिए ये हमें लेकर जा रहा है. അവിടെ ദൈവത്തിന്റെ ദാസൻ ഓൾറെഡി ഇവരോട് പറഞ്ഞതാണ്, ഇത് നമ്മൾക്ക് അനുകൂലമല്ല, വലിയൊരു പ്രതിസന്ധി മുന്നിലുണ്ട്. लेकिन इन्होंने परमेश्वर की दास की आलोचना सुनने के लिए तैयार नहीं हुआ क्योंकि वो एक बंदी है, वो वहां का कैप्टन नहीं है. ആ ദൈവദാസന്റെ വാക്കുകൾ അവർ അംഗീകരിച്ചില്ല. കാരണം താൻ ഒരു തടവുകാരനാണ്, താൻ അതിന്റെ ഉടമസ്ഥനല്ല. हालेलुया. लेकिन जैसे ही क्लाइमेट उनके लिए फेवरेबल है, जब उन्होंने देखा अनुकूल है समझते हुए, सोचकर देखिएगा, उन्होंने उस जहाज में बैठकर पौलुस के खिलाफ कमेंट मारने के लिए शुरू हुआ होगा. അവർക്ക് കാലാവസ്ഥയൊക്കെ നോക്കിയപ്പോൾ വളരെ അനുകൂലമായി കാര്യങ്ങളൊക്കെ സാധിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവരിരുന്ന് പൗലോസിന് വിരോധമായി സംസാരിക്കാൻ തുടങ്ങി. 13वीं आयत में ऐसा लिखा है, when the south wind blew softly, बड़े आराम से धीमी से जब वहां की हवा होता है, तब उन्हें लगता है कि सब कुछ उनके लिए अनुकूल है. അവിടെ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ അവർക്ക് തോന്നി അവരുടെ താല്പര്യമെല്ലാം സാധിച്ചു വരികയാണ്. हालेलुया. जब हमारे लिए सब कुछ फेवरेबल जैसा दिखता है, हालेलुया, हमें लगता है कि हम जिस रास्ता में हैं वो सही रास्ता है करके हमें लगना शुरू करता है. പലപ്പോഴും നമ്മുടെ യാത്രയിൽ ചെറിയ നല്ല അനുകൂലമായ മന്ദമായ കാറ്റടിക്കുന്ന കാലാവസ്ഥയൊക്കെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും നാം പോകുന്ന വഴിയെല്ലാം ശരിയാണ്. मेरे से एक व्यक्ति ने कहा कि पास्टर, मैंने कुछ बातें मेरे सामने मैंने रखा है, परमेश्वर से मैंने कहा है कि अगर वो फेवरेबल है तो मैं चलने वाला दिशा सही है, मैंने लिया हुआ निर्णय सही है, और परमेश्वर ने मेरे लिए वो अनुकूल करते हुए दिया तो वो मेरे लिए ग्रीन सिग्नल है करके मैंने समझ लिया. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ചില കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ വെച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അതെനിക്കൊരു ഗ്രീൻ സിഗ്നൽ ആണ്, അതെല്ലാം എനിക്ക് അനുകൂലമായ ഒരു വഴിയാണെന്ന് എനിക്കൊരു മനസ്സിലാക്കുവാനുള്ള വഴിയാണെന്ന് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. आप यदि परमेश्वर को चैलेंज कर रहे हैं,
तो परमेश्वर आपके लिए वो रास्ता ग्रीन सिग्नल करके ही दे देगा. നിങ്ങൾ ദൈവത്തെ വെല്ലുവിളിക്കാൻ പോയാൽ നിങ്ങൾ പറയുന്ന ആ വഴി നിങ്ങൾക്ക് മുന്നിൽ ഗ്രീൻ സിഗ്നൽ തന്നെയായിരിക്കും. I mean, praise the Lord, वो टेस्ट में आपको 100% मार्क भी मिलेगा. ആ നിങ്ങൾ പോകുന്ന പരീക്ഷയിൽ നിങ്ങൾ 100% മാർക്കും വാങ്ങിച്ചു വരും. लेकिन जरूरत नहीं है कि आगे आपके लिए सफलता होने वाला है. എന്നാൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ മുന്നിൽ ചെന്ന് വലിയ നല്ല ഫലമായിരിക്കും കൊയ്യുന്നത്. पास्टर, मेरा बेटा के लिए मैंने ये बहू को देखा है, मुझे पसंद आ गया और मैंने सोचा और मैंने प्रार्थना किया है, मन में कुछ मैंने ख्याल रखा है कि यही मेरे लिए है और परमेश्वर ने मेरे लिए सब कुछ ग्रीन सिग्नल अभी तक दिखाया है. എന്റെ മോന് വേണ്ടി ഞാൻ ഇന്ന മരുമോളെയാണ് കണ്ടത്, അവളെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അവളെ കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞു, എല്ലാം ഒരുപോലെ നല്ലപോലെ വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് തന്നെയാണ്. लेकिन वो आने वाला लड़की वचन की व्यवस्था से कुछ विरोध चलने वाला एक व्यक्ति है. എന്നാൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, വരാൻ പോകുന്ന പെങ്കൊച്ചു വചന വ്യവസ്ഥയിൽ നിൽക്കുന്നവളല്ല. परमेश्वर वचन के विरोध कार्य कर सकता है. ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുമോ? हमारा बेस बाइबल ही है. നമ്മുടെ ആധാരം ദൈവവചനമാണ്. अरे कितना भी ग्रीन सिग्नल देखे, ग्रीन रूम में भी आप बैठे, लेकिन परमेश्वर अपने व्यवस्था छोड़कर परमेश्वर कुछ नहीं करता है. നിങ്ങൾ എത്ര വലിയ ഗ്രീൻ സിഗ്നൽ കിട്ടിയെന്ന് പറഞ്ഞാലും ഗ്രീൻ റൂമിനകത്തിരുന്നെന്ന് പറഞ്ഞാലും ദൈവവചനത്തിന്റെ വ്യവസ്ഥ വിട്ടുള്ളത് ഒന്നും പ്രമാണത്തിലുള്ളതല്ല. I mean, योना से कहा कि निनवे की ओर जाओ, लेकिन वो तर्शीश की ओर जाने के लिए तैयार हो रहा है. യോനയ്ക്ക് അരുളപ്പാടുണ്ടായത് നിനവയ്ക്ക് പോകാനാ, എന്നാൽ പോകുന്നത് ഇപ്പോൾ തർശീശിന്. तर्शीश के लिए जाने के लिए टिकट लिया, परमेश्वर ने मना नहीं किया. താൻ തർശീശിന് പോകാൻ ടിക്കറ്റ് എടുത്തപ്പോഴും ദൈവം പറഞ്ഞില്ല പോകണ്ട എന്ന്. टिकट काउंटर में वो खड़ा होकर प्रार्थना किया होगा, हमारे जैसा, परमेश्वर मैं प्रार्थना करता हूं, यदि मुझे टिकट ना मिले तो ये आपका उद्देश्य है करके मैं समझता हूं करके शायद वहां पर खड़े होकर प्रार्थना किया होगा. താൻ തർശീശിന് പോകാനുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് താനും പ്രാർത്ഥിച്ചു കാണും, നീ ജീവനുള്ള ദൈവമാണ്, ഞാൻ തർശീശിന് പോകണ്ടായെങ്കിൽ ഇപ്പോൾ എനിക്ക് ടിക്കറ്റ് ലഭിക്കരുത്, എന്നാൽ അത് ദൈവനിയോഗമാണ്. लेकिन उसने जब पैसा दिया तो टिकट भी उसको मिल गया. എന്നാൽ പൈസ കൊടുത്ത ഉടനെ തർശീശിനുള്ള ടിക്കറ്റും കിട്ടി. वो मन ही मन में सोचा कि ये परमेश्वर का योजना है. അവൻ ചിന്തിക്കുക, ഹാ ഇത് ദൈവത്തിന്റെ തന്നെ പദ്ധതി. वो जहाज में चढ़ने जा रहे तभी भी परमेश्वर ने नहीं रोका है. താൻ കപ്പലിൽ കയറുമ്പോഴും ദൈവം തന്നെ വിലക്കിയില്ല. अरे जहाज में उनको कंफर्म टिकट मिल गया, कंफर्म लोअर बर्थ भी मिल गया है. തനിക്ക് കപ്പലിൽ കൺഫേം ആയിട്ടുള്ള ടിക്കറ്റും കിട്ടി, അതും ലോവർ ബർത്ത് തന്നെ കിട്ടി. हालेलुया. तभी भी परमेश्वर ने नहीं रोका है. അപ്പോഴും ദൈവം തന്നെ വിലക്കിയില്ല. हालेलुया. परमेश्वर आपको नहीं रोकेंगे जब आप परमेश्वर के वचन के विरोध चल रहा है, लेकिन पकड़ने वाला एक समय आने वाला है, तब आप ना तो किनारे पहुंचेंगे, ना तो कोई आपको बचा पाएंगे, ऐसे एक अवस्था में फंस जाएंगे. പലപ്പോഴും പല വഴികളിലും ദൈവ വ്യവസ്ഥ വിട്ട് മാറിപ്പോകുമ്പോൾ ദൈവം പലയിടത്തും നമ്മളെ വിലക്കാതിരിക്കുന്നത് കൊണ്ട് അത് ദൈവ വഴിയാണെന്ന് ചിന്തിക്കരുത്. ഒരു ദിവസം ദൈവം നമ്മളെ പിടിക്കും, അന്ന് രക്ഷപ്പെടുവാനോ രക്ഷിക്കാനോ ആരും കാണത്തില്ല. हालेलुया. प्रेज़ लॉर्ड. पहला परमेश्वर ने मना क्यों नहीं किया बोलकर हम फिर परमेश्वर के ऊपर दोष कभी नहीं डालना. അന്ന് ദൈവം എന്നെ എന്താ പലപ്പോഴും വിലക്കാതെ ഇരുന്നതെന്ന് പറഞ്ഞ് ദൈവത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. हालेलुया. एक बार मैंने पहले भी शायद ये उदाहरण कहा होगा, एक जवान व्यक्ति, प्रेज़ लॉर्ड, उनसे डॉक्टर ने कहा है कि आप पेस्ट्री बिल्कुल नहीं खाना. ഞാൻ ഈ കഥ ഒരിക്കൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ തന്നോട് ഡോക്ടർ പറഞ്ഞു, നീ പേസ്ട്രി കഴിക്കരുത്. पेस्ट्री आप समझते हैं, केक है ना, उसके ऊपर पूरा क्रीम रहता है. पेस्ट्री मना किया है. इस बार डॉक्टर ने कहा कि यदि आप खाएंगे तो मर जाएंगे, उतना क्रिटिकल है आपके लिए वो पेस्ट्री. പേസ്ട്രി എന്ന് പറഞ്ഞാൽ കേക്കിന് മുകളിൽ ക്രീം ഒക്കെ വെച്ചുള്ള നല്ല ഒരു ആഹാരമാണ്. ആ വ്യക്തിയോട് പറഞ്ഞ് നീ കഴിച്ചാൽ നീ മരിക്കും. लेकिन ये व्यक्ति का बड़ा वीकनेस है पेस्ट्री खाना. എന്നാൽ തന്റെ ഒരു ബലഹീനതയാണ് ഈ സാധനം. ये डॉक्टर से मिलकर जब घर की ओर जा रहा था, गाड़ी चला के जा रहा है, और जाते जाते उन्होंने बेस्ट बेकरी देख लिया. താൻ ഡോക്ടറെ കണ്ടിട്ട് മടങ്ങി പോകുന്ന വഴിക്ക് ബെസ്റ്റ് ബേക്കറി കണ്ടു. तभी तुरंत उन्हें ये पेस्ट्री के बारे में याद आया. പെട്ടെന്ന് തനിക്ക് കേക്കിന്റെ ഓർമ്മ വന്നു. उन्होंने परमेश्वर से प्रार्थना किया, परमेश्वर यदि आपका योजना नहीं है तो मुझे वहां पर पार्किंग नहीं मिलना. താൻ പെട്ടെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് നിന്റെ ഹിതമല്ലെങ്കിൽ എനിക്ക് അവിടെ പാർക്കിംഗ് ലഭിക്കരുത്. बड़े ध्यान से धीरे से वो गाड़ी चलाकर जा रहा है. जैसे ही बेस्ट बेकरी के पास आया, वहां पर एक भी पार्किंग नहीं
बचा है। താൻ വളരെ സാവകാശം വണ്ടി ഓടിച്ച് പാർക്കിംഗ് നോക്കി വന്നപ്പോൾ ബേക്കറിയുടെ അടുത്തെങ്ങും പാർക്കിംഗ് ഇല്ല. I mean, वो वहां से गाड़ी थोड़ा और आगे बढ़ाया, फिर उनके मन में एक सोच आया, I mean, Lord, शायद मेरा ध्यान से निकल गया होगा, I mean, Lord, एक और बार I mean, प्रार्थना करना जरूरी है बोलकर I mean, 2.5 किलोमीटर दूर जाकर यू टर्न लेकर आता है और इस बार वो प्रार्थना करता है कि परमेश्वर, इस बार यदि मुझे पार्किंग ना मिले तो ये आपका योजना है करके मैं विश्वास कर लूंगा. താൻ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും ചിന്ത വന്നു, ഇനി എന്റെ പ്രാർത്ഥന കുറഞ്ഞു പോയോ, ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത പോയ പാർക്കിംഗ് വല്ലതും കാണുമോ എന്ന് നോക്കാൻ 2-2.5 കിലോമീറ്റർ കറങ്ങി യൂ ടേൺ എടുത്ത് താൻ പിന്നെയും അതുവഴി വന്ന് നോക്കി. दूसरा बार भी आया तो वहां पर पार्किंग नहीं है. രണ്ടാമത് വന്നപ്പോഴും പാർക്കിംग കിട്ടിയില്ല. I mean, Lord, वो मन टूट गया और कहा कि मैं इतना भक्त तो नहीं हूं, लेकिन फिर भी प्रार्थना कभी भी छोड़ना नहीं चाहिए और भी थोड़ा सामर्थ्य तौर से प्रार्थना करना चाहिए बोलकर दोबारा 2.5 किलोमीटर और जाकर यू टर्न लेकर आ रहा है. മൂന്നാമതും താൻ പോകുന്ന വഴിക്ക് ഞാൻ വലിയ പ്രാർത്ഥനക്കാരനോ വലിയ ഭക്തനോ ഒന്നുമല്ല, എന്നാലും ദൈവമേ ഈ വട്ടം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകുന്നു, ഒരു വട്ടം കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞ് 2.5 കിലോമീറ്റർ കറങ്ങി പിന്നെയും താൻ കറങ്ങി വന്നു. मलयालम में कहते हैं रंडी पड़चा मूनी थीरम, ऐसा एक कहते हैं, तो इसके लिए वो मन ही मन में कहा कि 2 बार तो मैं फेल हो गया, लेकिन तीसरा बार तो मैं जरूर जीतने वाला हूं बोलकर हालेलुया पूरा यू टर्न लेकर वो आ रहा है. മലയാളത്തിൽ പഴഞ്ചൊല്ല് പറയുന്ന പോലെ രണ്ടി പഴിച്ച 3 എന്ന 2 പ്രാവശ്യം ഇല്ല, ഇനി മൂന്നാമത്തെ പ്രാവശ്യം എനിക്കൊരു വഴി ഉണ്ടാകുമെന്ന് പറഞ്ഞ് താൻ കറങ്ങി വന്നു. I mean, तीसरे बार जैसे ही आया तो वो देखा कि 2 गाड़ी रखने के लिए पार्किंग वहां पर खुला हुआ है. താൻ മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അവിടെ ഒന്നല്ല 2 വണ്ടി ഇടാനുള്ള സ്ഥലം. आमीन. उन्होंने हाथ उठाकर कहा कि परमेश्वर तू कितना महान है, तू मेरे प्रार्थनाओं को सुनने वाला परमेश्वर താൻ है. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറഞ്ഞു, ദൈവം എത്ര മഹാനാണ്. हम भी काफी बार ऐसे प्रार्थना करने वाले लोग हैं. നമ്മളും പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. परमेश्वर काफी बार मना करते, फिर भी हम हमारे जिद पूरा करने के लिए हम रास्ता को ढूंढने का कोशिश करते हैं. ദൈവം പല കാര്യങ്ങളും വിലക്കാറുണ്ട്, എന്നാലും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളെ വളച്ചു കൊണ്ടുവരുന്നവരാണ്. आमीन. और यहाँ पर 13वें आयत में हमने देखा कि मौसम जब अनुकूल है, आमीन, वे आपस में चर्चा करना शुरू किया होगा कि ये पौलुस क्या जानता है, हमने तो बहुत जहाज देखा है, हमने बड़े आंधी तूफान देखा है, हमने जहाज की यात्रा अनुभव किया है, ये कहां से आकर हमें सलाह देने का कोशिश कर रहा है. 13ാമത്തെ വാക്യം വന്നപ്പോൾ അവർ കുത്തിയിരുന്ന് പറഞ്ഞു കാണും എല്ലാവരും കൂടെ, ഈ പൗലോസ് അവൻ എന്തറിയാം, അവൻ ഞങ്ങൾ എത്ര കപ്പല് കണ്ടതാ, ഞങ്ങൾ എത്ര യാത്ര ചെയ്തതാ, ഞങ്ങൾ എത്ര കാലാവസ്ഥ കണ്ടതാ, ഇവൻ ഒന്നും അറിയത്തില്ല, വെറുതെ ഇരുന്ന് ഞങ്ങളോട് അഭിപ്രായം പറഞ്ഞതാണെന്ന് കുറ്റപ്പെടുത്തി. लेकिन उसके अगले आयत में जैसे आता है वहां पर एक दूसरा आंधी तूफान इनके खिलाफ उठने के लिए हम वे अनुभव कर रहे हैं. 14ാമത്തെ വാക്യം വരുമ്പോഴേക്ക് അവർക്ക് വിരോധമായി ഒരു കാറ്റ് ഉയരുവാനിടയായി. तब तक जो यात्रा था वो सही था, लेकिन जैसे ही परमेश्वर का हमें शब्दों का उल्लंघन किया, जब जहाज ऐसे परिस्थिति में पहुंचा तब बड़े आंधी तूफान उनके जहाज के खिलाफ उठ रहा है. അന്ന് വരെ യാത്രയ്ക്ക് യാതൊരു പ്രയാസവും ഇല്ലാതിരിക്കെ ദൈവം പറഞ്ഞത് കേൾക്കാതെ അനുസരണക്കേട് കാണിച്ചിറങ്ങിയതോടെ അവരുടെ യാത്ര പ്രതികൂലമായി കാറ്റടിക്കുവാനിടയായി. उनके आश्रय सब कुछ टूट गया करके वहां पर पढ़ते हैं. അവരുടെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. और फिर वहां पर लिखा गया है कि वो जहाज में जितना भी कार्गो था सब कुछ बाहर फेंकना पड़ा करके वहां पर लिखा है. അവിടെ മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ കപ്പലിലെ ചരക്കുകളെല്ലാം അവർ എറിഞ്ഞു കളയേണ്ടതായി വന്നു. आमीन. परमेश्वर का शब्दों का उल्लंघन किया तो बहुत बड़ा नुकसान हो सकता है. आमीन. वो वहां पर एक प्रूफ परमेश्वर में दे रहा है. ദൈവത്തിന്റെ വാക്കുകളെ അംഗീകരിക്കാതെ അനുസരണക്കേട് കാണിച്ചാൽ ജീവിതത്തിൽ വലിയ നഷ്ടമുണ്ടാകുമെന്ന ആ വാക്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് ये മനസ്സിലാകും. यात्रा वास्तव में हालेलुया जिस आमीन जगह पे पहुंचना है वहां पर ये सामान पहुंचाना था, लेकिन वहां तक नहीं पहुंचा, बीच रास्ता में उसे लेकर फेंकना पड़ रहा है, बड़ा नष्ट वे सामना करना पड़ ആ रहा है. കപ്പൽ എത്തേണ്ട
വേണ്ടി ആ സ്ഥലത്ത് എത്തേണ്ടിയിരുന്ന പല ചരക്കുകളും അവരുടെ യാത്രാ നഷ്ടങ്ങളിൽ അവർക്ക് അവരുടെ അനുസരണക്കേട് നിമിത്തം പലതും കടലിൽ കളയേണ്ടതായി വന്നു. 20वें आयत में हम देखते हैं कि 14 डे एंड नाइट हालेलुया कहां की ओर जा रहा है नहीं पता, ऐसे एक अंधकार की अवस्था में वे यात्रा कर रहे हैं. 20ാമത്തെ വാക്യം വരുമ്പോഴേക്കും വളരെ നീണ്ട ദിവസങ്ങളിലേക്ക് അവർക്ക് ഇരുട്ടായി വെളിച്ചം കാണാതെ കര കാണാതെ അവർ കടലിൽ അലയുവാനിടയായി. लेकिन एक भक्त उस जहाज में होने के कारण परमेश्वर का दूत उसके 21वें आयत से जब हम पढ़ते हैं परमेश्वर का दूत पौलुस के लिए प्रत्यक्ष हो रहा है. എന്നാൽ ഒരു ദൈവഭക്തൻ ആ കപ്പലിൽ ഉണ്ടായിരുന്നത് നിമിത്തം അതിന്റെ 21ാം വാക്യം വരുമ്പോഴേക്കും ദൈവത്തിന്റെ ദൂതൻ പൗലോസിന് प्रत्यक्षनागया. हालेलुया. जहाज टूट जाएगा, सामान नुकसान हो जाएगा, कोई बात नहीं, लेकिन तेरे साथ जितने लोग हैं उनमें से किसी को भी एक भी हानि नहीं होगा करके एक अश्योरेंस परमेश्वर पौलुस को दे रहा है. അവിടെ ദൈവം പൗലോസിന് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. കപ്പല് ഛേദം വരും, കപ്പലിന് നഷ്ടങ്ങൾ ഉണ്ടാകും, തകർന്നു പോകും, പക്ഷെ നിനക്കോ നിന്റെ കൂടെയുള്ളവർക്കോ ഒരു പ്രാണഹാനി വരികയില്ല. 34 आयत हम एक बार हम पढ़ेंगे. 34 आयत को 34ാം വാക്യം. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഓരോരുത്തന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല നിശ്ചയമെന്ന് പറഞ്ഞു. सिर से एक बाल भी गिरने के लिए परमेश्वर अवसर नहीं देगा. परमेश्वर का सुरक्षा कितना ज्यादा है, हम वहां पर ध्यान रखना बहुत जरूरी है. തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു സംരക്ഷണമാണ് ദൈവം കടലിൽ ഒരുക്കിയത്. जहाज टूट गया, सामान नष्ट हो गया, सब कुछ मृत्यु को आमने सामने देख रहे हैं. 14 दिनों से सूर्य को वे देख नहीं पा रहे हैं, अंधकार में फंसे हुए हैं, मरने का तैयारी जब कर रहे हैं, परमेश्वर कहता है कि तुम्हारे सिर से एक बाल भी गिरने नहीं देगा. उतना डिवाइन प्रोटेक्शन पौलुस के कारण अपने लोगों के लिए परमेश्वर तैयार कर रहा है. അവരുടെ കപ്പലുകൾ തകരുവാനിടയായി തീർന്നു. അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് 14 ദിവസം രാവും പകലുമെന്നില്ലാതെ വെളിച്ചം കാണാതെ കടലിൽ അലയുന്നവരോട് ആ ദൈവഭക്തനായ പുരുഷൻ നിമിത്തം ദൈവത്തിൽ നിന്നുണ്ടായ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ദൈവം പറയുക, നിന്റെ തലയിലെ മുടി പോലും നഷ്ടപ്പെട്ടു. काफी बार हमें लगता है कि हमने कुछ किया है, इसके लिए हम सुरक्षित हैं. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ എന്തോ കഴിവുകൊണ്ടാണ് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത്. काफी लोगों का प्रार्थना आपको अभी भी खड़ा किया है. എന്നാൽ നമ്മുടെ കാര്യമല്ല, പല ദൈവഭക്തന്മാരുടെയും പ്രാർത്ഥന കൊണ്ട് നാം നിലനിൽക്കുകയാണ്. किसी के आंसू के कारण आप आज भी खड़े हैं. ആരുടെയോ കണ്ണുനീര് കൊണ്ട് നമ്മൾ നിലനിൽക്കുകയാണ്. कोई तो आपके लिए उपवास में बैठा है, इसके लिए आप आज भी सुरक्षित हैं. ആരോ നമുക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നാം നിലനിൽക്കുക. हमारे काबिलियत से हम नहीं खड़े हैं. നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ നിൽക്കുന്നില്ല. मेरा अचीवमेंट के कारण मैं आज भी नहीं खड़ा हूँ. എന്റെ എന്തെങ്കിലും എനിക്ക് ലഭിച്ചത് കൊണ്ട് ഞാൻ നിൽക്കുന്നതല്ല. लेकिन पौलुस के समान कोई तो प्रार्थना कर रहा है, मेरे लिए रो रहा है, कोई तो दाम चुका रहा है. इसके लिए आज भी हम परमेश्वर के लिए खड़े हैं. പൗലോസിനെ പോലെ എനിക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ ആരോ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നും സുരക്ഷിതനായി നിൽക്കുന്നത്. हालेलुया. पहले जब वार्निंग दिया था उसे जब इग्नोर कर दिया, हालेलुया, लेकिन वार्निंग देने वाला परमेश्वर उसके नजरों से कुछ भी छुपाए नहीं जा सकता है. वो परमेश्वर अब पौलुस के कारण बाकी लोगों को भी सुरक्षा दे रहा है. നമുക്ക് മുന്നറിയിപ്പ് തന്ന ദൈവത്തിന്റെ കണ്ണിൽ മറഞ്ഞിരിക്കുന്നതായിട്ടൊന്നുമില്ല. ആ പൗലോസ് മുഖാന്തരം ഇവർക്ക് ഇപ്പോൾ ഒരു വിടുതൽ ഉണ്ടാകുകയാണ്. प्रेज़ लॉर्ड. और परमेश्वर पौलुस को सही सलामत रोम में परमेश्वर ने खड़ा करते हैं करके हम देखते हैं. പൗലോസിനെ വളരെ സുരക്ഷിതമായി ദൈവം റോമിൽ എത്തിപ്പാനിടയായി. काफी बातें वहां से कहने के लिए था, लेकिन समय खत्म होने के कारण जल्दी से मैं वाइंड अप कर रहा हूं. लेकिन प्रेज़ लॉर्ड परमेश्वर ने यदि कहा है तो परमेश्वर अपना योजना हमारे लिए पूरा करके देता है. നമ്മളോട് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവ പദ്ധതി നമ്മിൽ നിറവേറുക തന്നെ ചെയ്യും. Never disobey the commandment of God. परमेश्वर की आलोचनाओं को हम प्रेज़ लॉर्ड disobey ना करें, क्योंकि परमेश्वर अपने व्यवस्था को छोड़कर हमारे लिए कुछ भी नहीं कर सकता है. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കുക തന്നെ ചെയ്യാമെങ്കിൽ ദൈവം നമ്മളെ
തന്ന വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പിക്കപ്പെടുവാൻ मेरे आंखों में दिखने में अच्छा होगा, लेकिन परमेश्वर की आलोचना में है या नहीं, वो हम समझना बहुत जरूरी है. എന്റെ ഇഷ്ടത്തിനകത്തുള്ളതായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ ഹിതത്തിനകത്തുള്ളതാണോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. When we stand on the promises of God, परमेश्वर की वायदा में जब हम खड़े हैं, कितना भी बाधाएं हमारे खिलाफ उठे, परमेश्वर उस वायदा को हमारे लिए पूरा करके दे सकता है. ദൈവിക വാഗ്ദത്തം നമുക്കുണ്ടെങ്കിൽ എത്ര വിരോധമായി പ്രതികൂലങ്ങൾ എഴുന്നേറ്റാലും ദൈവം ആ വാഗ്ദത്തം നിറവേറ്റുവാനിടയായി. चाहे आंधी तूफान भी उठे, जहाज भी टूट जाए, लेकिन वायदा देने वाला कभी भी पीछे नहीं हटता है. എത്ര കൊടുങ്കാറ്റ് ഉയർന്നാലും കപ്പലുകൾ തകർന്നാലും വാഗ്ദത്തം ചെയ്ത ദൈവം പുറകോട്ട് പിന്മാറുകയില്ല. इस वचनों के द्वारा परमेश्वर सबको अनुग्रह और आशीषों से भरने पाए, ऐसे अवसर और अनुमति दी परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं. परमेश्वर सबको अनुग्रह और आशीषों से भरने पाए. गॉड ब्लेस यू ऑल. हमें भी आपकी प्रार्थना में उठाए रखे. परमेश्वर आप सबको अनुग्रह और आशीषों से भरे. गॉड ब्लेस यू. आमेन.